ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് തിരുവനന്തപുരം മൃഗശാലയിലേക്കാണ്. നമുക്ക് ആ മൃഗശാലയൊക്കെ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട്, അവിടെ ഏതൊക്കെ മൃഗങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ മൃഗശാലയിലേക്ക് ആദ്യം കാണുന്നത് കാട്ടുപോത്തിൻ്റെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കൂടാണ് കേട്ടോ. അതായത് നമ്മൾ കയറുമ്പം റൈറ്റ് സൈഡിലായിട്ടാണ് ഈ കാട്ടുപോത്തിൻ്റെ ഒരു 3-4 കാട്ടുപോത്ത് അവിടെ നിൽപ്പുണ്ട്. കാരണം അവരെല്ലാം ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ആ ഫ്രണ്ടിലെ ആദ്യത്തെ ബോർഡിൽ വച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് സിംഹവാലൻ കുരങ്ങ്. പുള്ളിക്കാരൻ ഉച്ചയ്ക്ക് എന്തോ കഴിച്ചിട്ട് ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇതൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിംഹവാലൻ കുരങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അവിടെ ഒരു ബോർഡിൽ വച്ചിട്ടുണ്ട്. ആ ബോർഡ് നമുക്ക് കാണാം കേട്ടോ. ഞാൻ അതിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ തന്നെ, ആ ബോർഡും കൂടെ. ുള്ളതെല്ലാം കുരങ്ങന്മാരുടെ ഓപ്പൺ ആയിട്ടുള്ള കേജുകളാണ് കേട്ടോ. ഒരു മരത്തിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. എൻ്റെ ആ കേജ് കഴിഞ്ഞിട്ട് വീണ്ടും കുരങ്ങന്മാരുടെ തന്നെയാണ് ആ സൈഡിലുള്ള കേജുകളെല്ലാം ഓപ്പൺ ആണ്. അവർക്ക് മരത്തിൽ ചാടി നടക്കാം. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് ആ മൃഗശാല അധികൃതർ. കഴിഞ്ഞുള്ളത് പക്ഷികളുടെ കൂടാണ് കേട്ടോ. അതിലെ നമുക്ക് ഈ ചെറിയ നെറ്റ് ആയതുകൊണ്ട് ആ കേജിൽ ഉപയോഗിച്ച് നമുക്ക് പക്ഷികളെ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. എങ്കിലും അതിനകത്ത് ചില വലിയ വെറൈറ്റികളെ പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ പോയത് ആ മൂങ്ങയുടെ കേജിലേക്കാണ് കേട്ടോ. 360 ഡിഗ്രിയിൽ തല തിരിക്കുന്ന മൂങ്ങ. അതും നമുക്ക് കാണാൻ പറ്റുന്നില്ല വ്യക്തമായിട്ട് ഇത്രയും അടുത്ത് ചെന്നിട്ടും. കാരണം അത് ചെറിയ നെറ്റാണ് അവർ ആ കേജിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത്. പിന്നെ ഉള്ളത് തത്തയാണ് കേട്ടോ, നമ്മുടെ നാടൻ തത്ത. പക്ഷെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ തത്തകളെക്കാളും കൂടുതൽ താഴെ എലികളാണുള്ളത്. കാരണം ഒരുപാട് എലികൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ഇവരെ ഫുഡെല്ലാം കഴിച്ചുകൊണ്ട്. ഇപ്പം നാളെ തത്തയെ രാത്രി ആക്രമിക്കാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത കേജിൽ സൺകൊണൂർ കുറച്ച് കിടപ്പുണ്ട്. പക്ഷെ ഇതെല്ലാം ചെറിയ നെറ്റായതുകൊണ്ടാണ് കേട്ടോ. എല്ലാത്തിനും നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാവുന്നതാണ് ചെല്ലുമ്പോഴത്തേക്ക്. നമ്മുടെ ക്യാമറയിൽ ആ ചെറിയ നെറ്റായതുകൊണ്ടാണ് ഇത് വരാത്തത്. ഇവിടെ മൊത്തം തത്തയും അതിൻ്റേതായ കുറേ പക്ഷികളാണ് കേട്ടോ ഈ ഒരു സൈഡ് മൊത്തത്തിലുള്ളത്. പിന്നെയുള്ളത് പരുന്തും കഴുകനുമൊക്കെയുള്ള ആ ഒരു കേജാണ്. അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചൊരു തടി കഷ്ണത്തെ പൊക്കിയെടുക്കാനുള്ള ശ്രമമാണ് കേട്ടോ.
ആ പരുന്ത് അവിടെ നടത്തുന്നത്. പിന്നെ നമ്മൾ മുമ്പ് വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ബാലറ്റ് ഈഗിൾസ് ഉണ്ടായിരുന്നു, അതായത് വൈറ്റ് ഹെഡ് ഉള്ളത്. ഇപ്പോൾ അതൊന്നും കാണാനില്ല ഇതിനകത്ത്. മോളിലും അവിടെ അത് ഇരിപ്പുണ്ട് ഒരെണ്ണം. അടുത്തതായി കണ്ട മുതലയാണ് കേട്ടോ. ഒരു കണ്ണാടി, നെറ്റും കണ്ണാടിയൊക്കെ ചേർന്നൊരു കൂടിലാണ് ആ മുതല ഇട്ടിരിക്കുന്നത്. ഇത് നേരെ നമ്മൾ കണ്ട പരുന്തും കഴുകനും ഒക്കെ ഉള്ളൊരു കേജാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഒരുപാട് കേജുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതിലൊന്നും നമുക്ക് പശുക്കളും മൃഗങ്ങളും ഒന്നുമില്ല. പിന്നെ ഏറ്റവും ഭംഗിയുള്ളതെന്ന് വെച്ചാൽ കൊക്കുകളാണ്. പല വെറൈറ്റിയുള്ള കൊക്കുകൾ ഇവിടെ ഒരു തടാകം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ടൈപ്പ് കൊക്കുകൾ, അരയന്നങ്ങൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള പക്ഷികൾ അതിനകത്തുണ്ട്. പിന്നെ ഇവിടെയുള്ള കുറേ നീർനായ്ക്കളാണ് കേട്ടോ. ഒരു വെള്ളത്തിൽ കിടന്ന് അടികൂടുകയായിരുന്നു. അടികൂടിയിട്ട് ഇപ്പം 4 ഭാഗത്തേക്കും എന്താ ഓടുന്നുണ്ട്. ഒരാൾ 2 പേര് ഓടി, 3 പേരും കൂടെ ഓടി മുകളിലേക്ക് കയറി. അവർ കളിക്കുന്നതായിരിക്കാം ചിലപ്പോൾ. പിന്നെ നമ്മൾ ഈ നീർനായയുടെ നടന്ന് നേരെ കയറിയത് കരടിയുടെ കൂട്ടിലേക്കാണ് കേട്ടോ. അത് 2 കരടികളുണ്ട് അതിനകത്ത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും അങ്ങനെ തടിയുടെ ഇടയിൽ കൂടെയും ഒരു ഗുഹ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുൻവശത്തൂടെയൊക്കെ നടന്ന് ഒഴുകണ 2 കരടികളും കൂടെ. പിന്നെ ഇതിനകത്ത് ഒരു കരടിയുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളവിടെ തിരിച്ച് നടന്നു. അപ്പോൾ നമ്മൾ മൃഗങ്ങളുടെ രാജാവ് സിംഹം കിടന്ന് ഉറങ്ങുകയായിരുന്നു ഞങ്ങൾ പോയപ്പോഴത്തേക്ക്. അനക്കമെല്ലാം കേട്ടപ്പോൾ ഉണർന്ന് പുള്ളി ഒരു ആകാംക്ഷയോടുകൂടി നോയിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കണ്ടത് ഹിപ്പോപ്പൊട്ടാമസ് ആണ് കേട്ടോ. ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ബാക്കിയുള്ളവർ വെള്ളത്തിലാണ്. നമ്മൾ നേരത്തെ മൃഗശാല വരുമ്പോൾ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. ഇപ്പം അത്രയും മൃഗങ്ങളൊന്നും നമ്മുടെ മൃഗശാലയിലില്ല. മുമ്പ് വരുമ്പോഴത്തേക്കും ഇവിടെ ജിറാഫ് ഉണ്ടായിരുന്നു, സീബ്ര ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മൃഗങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ഇവർ കുറച്ച് പേരെ ഇതിനകത്തുള്ളൂ ശരിക്കും. കാണ്ടാമൃഗം, നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ കൂടിൻ്റെ മറുവശത്തായിട്ടാണ് കാണ്ടാമൃഗത്തിൻ്റെ ഒരു കേജ് ഉള്ളത്. അവരങ്ങനെ നടക്കുക പുള്ളിക്കാരൻ അതിനകത്തൂടെ. പിന്നെ ഈ മൃഗശാലയിൽ ഒരുപാട് മാനുകളുണ്ട് കേട്ടോ. പല വെറൈറ്റിയുള്ള മാനുകൾ ഉണ്ട്. സാമ്പാർ ഡിയർ, പിന്നെ പുള്ളിമാൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റി. അതിൽ ആദ്യത്തെ മാനിൻ്റെ കേജാണ് കേട്ടോ ഇത്. ഇനിയെല്ലാം മാനിൻ്റെ കേജുകളാണ് അടുത്തടുത്തായിട്ട് വരുന്നത്.
ഈ മാനിൻ്റെ കേജിൻ്റെ ഓപ്പോസിറ്റായിട്ട് വീണ്ടും ഉണ്ട് കാട്ടുപോത്ത്. അവിടെയും 2 കാട്ടുപോത്ത് നിൽപ്പുണ്ട്. അവരെല്ലാം ഫുഡ് കഴിക്കുകയാണ്. ആ പുള്ളിമാന് ഒരുപാട് ആ ഒരു കേജിലേക്കാണ് കേട്ടോ. അവിടെ ഒരാൾ മരത്തിൻ്റെ മുകളിൽ 2 കാലൊക്കെ താഴെയിട്ട് കിടന്ന് ഈ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അതിനകത്ത് 2 എണ്ണം ഉണ്ട്, ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ട്. കടുവ ഉറക്കത്തിലാണ്, അതിങ്ങോട്ട് വരുന്നില്ല, അങ്ങറ്റം ഒതുങ്ങി കിടക്കുകയാണത്. പിന്നെ ഈ റോയിൽ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ കഴുതപ്പുലിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കഴുതപ്പുലിയൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ബാക്കി കേജുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതിൽ ഒരു കേജിൽ വെള്ളക്കടുവ കിടപ്പുണ്ട്, അതൊഴിച്ച് വേറൊന്നും ഈ ഭാഗത്തേക്കില്ല. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ പുല്ലിപ്പൊടിയുടെ ഇണയാണ് കേട്ടോ. അവർ 2 പേരാണുള്ളത് ആ കേജിൽ. പിന്നെ അടുത്ത കേജിലുള്ള മുള്ളം പന്നിയാണ് കേട്ടോ. ഒരു 4-5 മുള്ളം പന്നിയുണ്ട്. പിന്നെ കണ്ണാടി മുതല, അടുത്ത പിന്നെ കണ്ട് ഒട്ടകപ്പക്ഷി കേട്ടോ. ഒട്ടകപ്പക്ഷി 2 എണ്ണം ഉണ്ട്. ഒന്നിൻ്റെ ചിറകിൽ തൂവലൊന്നുമില്ല, അവരൊന്ന് മെഡിസിനൊക്കെ പുരട്ടി നിർത്തിയിരിക്കുക അതിനെ.